ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാശി ആൻഡ് കേദ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് കാശിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ആയ കേക്ക് ഞങ്ങളെങ്ങനെ അറിഞ്ഞു? ബേബി ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. സ്കൂളിലൊന്നും പോവാത്തത് കൊണ്ട് ഈ രാത്രി 11 മണിയും 12 മണിയൊക്കെ ആവും ചില ദിവസങ്ങളിൽ കിടക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, 12 മണി വരെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മഴയൊക്കെ, ഇവിടെയില്ല എല്ലായിടത്തും മഴയൊക്കെ ഇല്ലായിരുന്നോ, മഴയും ഒക്കെ പ്രശ്നം കാരണം ജാക്കി കുറച്ച് വൈകി എത്താനായിട്ട്. ഇപ്പോൾ ചെറിയൊരു കേക്ക് മാത്രം കാശിക്ക് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ നാളെ ഒരു കേക്ക് കാശിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് രാത്രി ഒരു കുഞ്ഞു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് അവൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോൾ കിട്ടുമെന്നുള്ള കാര്യം. എൻ്റെ ബർത്ത്ഡേയും ഇതിന് 2 ദിവസം മുമ്പേ ആയിരുന്നു. അപ്പോൾ ഇതേപോലെ രാത്രി ചെറിയൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. കാശിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇതുവരെ കേക്ക് കിട്ടിയതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്തായാലും കുഞ്ഞു കേക്കായാലും കാശി ഹാപ്പി ആയി കേട്ടോ. ചേട്ടാ ബേബി കാശിനെ വിളിച്ച് ചേട്ടാ, ചേട്ടാ 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 കാച്ചിച്ചേട്ടാ ഉണ്ട്. കിട ബേബി ചേട്ടാ. അയ്യോ അയ്യോ അയ്യോ. ഇപ്പോൾ ഈ മഴ സമയമായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ വലിയ പാടല്ലേ. ഞാനിപ്പോൾ കേദ ബേബിയുടെയൊക്കെ തുണി ഞാൻ കഴുകിയിട്ട് ഈ ചെയറിൻ്റെ പുറത്തൊക്കെ ഇട്ടിട്ടാണ് ഉണക്കി ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉണക്കാൻ ഇട്ടിരിക്കുന്ന തുണികളെല്ലാം വാവ എടുത്ത് താഴെ ദേ പറക്കിടുന്നുണ്ടല്ലേ ചേട്ടാ. രാവിലെ ദേ ഉറക്കത്തീന്ന് എഴുന്നേറ്റ് ദേ പോകുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. എന്താ കാര്യമെന്നല്ലേ, കാശിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാശി ദേ പോകുന്നത്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ കേക്ക് കിട്ടുമെന്നൊക്കെ അവന് ചെറിയൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാശിക്ക് കേക്ക് തന്നത് അവൻ്റെ അപ്പച്ചിയാണ്. അപ്പച്ചിയും മോളുമാണ് മിമ്മൂസ്. അപ്പോൾ ദേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കേക്ക് കിട്ടിയപ്പോൾ ഹാപ്പി ആയാണ്. ഒരു ഫ്ലവറും ഒരു ചോക്ലേറ്റും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കേദ ബേബിൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഈ മുകളിൽ നിന്ന് ചുരുണ്ട മുടികളെല്ലാം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാശിയും നമ്മുടെ ഫാമിലിയിലെ എല്ലാവരെയും പഴനിയിൽ കൊണ്ടുപോയിട്ടായിരുന്നു കേട്ടോ മുടി വെട്ടിയത്. അപ്പോൾ കേദ ബേബിൻ്റെയാണ്, അല്ലാതെ ഒരു സലൂണിൽ കൊണ്ടുപോയി വെട്ടുന്നത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്തൊന്ന് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു പഴനിയിലൊക്കെ. അപ്പോൾ ഇതാണ് കേദ ബേബിയുടെ ഫൈനൽ ലുക്ക്. ഞങ്ങളിതേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കാശി ക്രിക്കറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ രാത്രിയാവും ക്രിക്കറ്റ് കഴിഞ്ഞെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബർത്ത്ഡേക്ക് കുറവാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യൽ. കൂടുതലും ചിലപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയോ ഇങ്ങനെയുള്ള പരിപാടിയാണ്. പക്ഷേ ഈ പിള്ളേർക്കൊക്കെ കേക്ക് കിട്ടുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പം നമ്മളൊക്കെ കുറച്ചൊന്ന് വലുതായി വരുമ്പോഴാണല്ലോ കേക്കൊന്നും ഇനി വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ പിള്ളേരുടെ മനസ്സിൽ എപ്പോഴും ഒരു കേക്ക് കിട്ടിയാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ കാശിതേ കേക്ക് കട്ട് ചെയ്തു, ഞങ്ങൾക്ക് തന്നു. കേദ ബേബിക്ക് കൊടുക്കട്ടേന്ന് ചോദിച്ചു. അപ്പോൾ വാവയ്ക്ക് കേക്ക് കൊടുത്തില്ല. ഇന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ രാത്രി കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശിക്ക് പക്ഷേ പുറത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞങ്ങൾ രാത്രി 11:30-12 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പുകൾ ഉണ്ടാവുമല്ലോ, റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടാവും ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളന്ന് അവന് ചെറിയൊരു വിഷമം, അവന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കാശിയും ഞങ്ങളും എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത് ബീറ്റ് ബോക്സിലാണ്. നമ്മുടെ കല്ലൂരുള്ള ബീറ്റ് ബോക്സിലാണ് കേട്ടോ പോയത്. അവിടെ രാത്രി 1 മണി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസുകളൊക്കെ അടുത്ത് പാലാരിവട്ടം അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷവായി കിട്ടുന്ന, മസാല ഷവായി കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത്. അപ്പോൾ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബീറ്റ് ബോക്സിലാണ്. അപ്പോൾ നിങ്ങളും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇവിടെ സാധാരണ ഈ പുറത്തൊക്കെ കൗണ്ടേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണ്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇതിപ്പം ഇത്രയും ടൈം ആയതുകൊണ്ട് അകത്ത് മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം മഴ സമയമായതുകൊണ്ട് പുറത്ത് അവർക്ക് ഇരുത്താനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർ അകത്തുനിന്ന് ഇറങ്ങുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പുറത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ പുറത്തിരിക്കാൻ കുഴപ്പമില്ല, ഇപ്പം മഴയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ തൊട്ട് മുന്നേ അങ്ങോട്ട് മഴ പെയ്തിട്ട് തോന്നുന്നതേ ഉള്ളൂ, അപ്പോൾ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. കാശി എന്താ വേണം കഴിക്കാൻ? കാശിക്ക് എന്താ വേണം? ഇവിടെ എന്തോ ഉള്ള ഇവിടെ ഉള്ളത് എന്താ എൻ്റെ പേര് ഷവായി അല്ലേ? അതെല്ലാം മേടിക്കാൻ ഷവായി. അങ്ങനെ ഞങ്ങൾക്ക് ദേ അകത്തിരിക്കാനായിട്ട് സ്ഥലം കിട്ടി കേട്ടോ. യഥാർത്ഥത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരും എന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. കാര്യം ഞങ്ങൾ വീട്ടിൽ ഭക്ഷണമൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാശിയുടെ ചെറിയൊരു സെൻറ്റി കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ ജാക്കിയൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ ഭക്ഷണം കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജാക്കി അധികം കഴിച്ചില്ല. ഞങ്ങൾ കഴിച്ചതിന് അതിന് കുറച്ചൊരു ഹാഫ് മാത്രമേ കഴിച്ചുള്ളൂ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഇവിടുത്തെ മസാല ഷവായി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ ഞാനും കാശിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഷവായി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കഴിക്കും. അപ്പോൾ ക്വാർട്ടർ വെച്ചിട്ട് ഞാനും കാശിയും മേടിച്ച്, കാശി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവൻ അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ കഴിക്കാതെ. അപ്പോഴാണ് ഞാൻ അത് വെച്ച് കൊടുത്തത്. അവന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് അത്ര വലിയ താല്പര്യമുള്ള കേസില്ല. അതെനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും കുറേ പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു മസാല, ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അത് നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ കുറച്ചുണ്ടാവും, പക്ഷേ അത് ഞങ്ങൾക്ക് അങ്ങനെ തികയാറില്ല. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനും കാശിയും കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. ബേബി ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് പാത്രം എല്ലാം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു കേട്ടോ. ബേബിക്ക് ഉറക്കം വന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.